ശ്രീ സക്രിയ ജോർജ്, ഈ ഒരു അവസ്ഥയിൽ നിലവിൽ ദിവസങ്ങൾ പിന്നിട്ട ശേഷവും എന്തിനാണ് ഈ ഒരു കൊലപാതകം ചെയ്തത്, ഈ 2 വയസ്സുകാരിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നത് എന്തിനാണ് എന്നുള്ള ഒരു കാരണം അത് തേടുകയാണ് അന്വേഷണ സംഘവും പൊതുസമൂഹവും. ഇപ്പോഴും ഈ പ്രതിയിൽ നിന്നും കൃത്യമായ ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല. ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി മാനസികാരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിലുള്ള ചോദ്യം ചെയ്യൽ അതാണല്ലോ നടക്കുന്നത്. അതിൽ എത്രത്തോളം പ്രതീക്ഷ നമുക്ക് വയ്ക്കാൻ സാധിക്കും? പോലീസ് ഇതിന്റെ എന്റെ സ്റ്റോറി മനസ്സിലാക്കിയിട്ട് അവര് ചോദ്യം ചെയ്യണം. അത് അവരുടെ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. പോലീസ് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ശ്രദ്ധിക്കണം. പഴയ പോലല്ല. CRPC ഇന്ന് ഭാരതീയ ന്യായ സംഹിതയിലെ BNSS വന്നപ്പോൾ ഈ മൊഴി എടുക്കുന്ന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ചു വേണം അവര് കമന്റും പറയാൻ. കാരണം ഡിജിറ്റൽ എവിഡൻസ് പ്രൈമറി എവിഡൻസ് ആണ്. പ്രൈമറി എവിഡൻസ് ആകുമ്പോൾ കേസിന്റെ വിചാരണ വരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ചില കാര്യങ്ങൾ പ്രസ്താവിച്ചാൽ അത് പ്രതി ഡിഫൻസിൽ അത് കൊണ്ടുവരാനുള്ള അവകാശമുണ്ട്, കൊണ്ടുവരികയും ചെയ്യും എന്ന് നമുക്ക് കരുതാം. അപ്പോൾ തീർച്ചയായിട്ടും ഇയാളുടെ മാനസികാവസ്ഥയെ പറ്റിയൊക്കെയുള്ള കമന്റുകള് പോലീസ് ഉദ്യോഗസ്ഥന്മാര് സെൻസിബിളായിട്ട് ചിന്തിച്ചാൽ അത് പറയാതിരിക്കുകയാണ് എപ്പോഴും ഭേദം. ഞാൻ മാധ്യമങ്ങളിൽ കണ്ടു ആൾക്ക് മാനസിക പ്രശ്നമാണെന്നാണ് പറയുന്നത്. മാനസിക പ്രശ്നമായ ആളാണെങ്കിൽ ഈ സെലക്റ്റീവ് മാനസിക പ്രശ്നം ഉണ്ടോ? അയാളെ കുട്ടിയെടുത്ത് കണ്ടിലിട്ടു എന്ന് പറയുന്നു. എന്നാൽ അയാൾക്കൂടെ മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ കുട്ടിയെടുത്തിടുമ്പം ഉണ്ടാകുന്ന വിഭ്രാന്തിയിൽ അയാൾക്കും വേണമെങ്കിൽ കണ്ടിലെടുത്ത് ചാടാമായിരുന്നല്ലോ. അല്ലെ അയാൾക്കും വേറെ ഏതെങ്കിലും മാർഗം ഉപയോഗിച്ച് സൂയിസൈഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പൊ അത് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാനസിക രോഗം മാത്രമല്ല, മാനസിക രോഗം ഉള്ളവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരിതിനെയൊക്കെ പിന്നീട് ക്രൈം കഴിഞ്ഞിട്ട് ചലഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണും. അങ്ങനൊന്നും ആരെയും ചലഞ്ച് ചെയ്തതായിട്ടോ ഉപദ്രവിച്ചതായിട്ടോ ഒന്നും നമ്മൾ അറിയുന്നില്ല. അപ്പൊ മാനസിക നില തെറ്റിയുള്ള ഒരാളുടെ പ്രവർത്തനമാണോ എന്നുള്ളതിനെ പോലീസ് വളരെയധികം ശ്രദ്ധിച്ച് ചോദ്യം ചെയ്യേണ്ട കാര്യമാണ്. നമുക്കറിയാം ഇപ്പൊ നടന്ന പല കൊലപാതകങ്ങളിലും കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയില് ഒരാള് സഹോദരനെയും അമ്മാവനെയും വെടിവെച്ചു വന്നു. അതിനു മുമ്പ് പോയി വക്കീലന്മാരോടൊക്കെ സംശയം ചോദിച്ചാണ് ദൂരീകരിച്ചിട്ടൊക്കെയാണ് ഈ ക്രൈം ചെയ്യുന്നത്. തെളിവ് നശിപ്പിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും അതിന്റെ കോൺസിക്വൻസും അത് വിചാരണ വരുമ്പോ അതിനകത്ത് എടുക്കേണ്ട ഡിഫൻസും ഒക്കെ അവര് ചോദിച്ചു മനസ്സിലാക്കുന്നു. നമ്മള് മറ്റേ ജ്യൂസ് ചലഞ്ചിനകത്ത് കണ്ടു, ഇന്റർനെറ്റിൽ കയറി നോക്കി എങ്ങനെയാണ് കൊല്ലുന്നതെന്നൊക്കെ പഠിച്ചു. അപ്പൊ ഇവരും ഒക്കെ ചിലപ്പം ഇയാളും മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, മെസ്സേജ് അയച്ചായിട്ട് പറയുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇയാള് ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തെളിവ് നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ വക്കീലിനെയൊക്കെ സമീപിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യമാണ്. കാരണം ഒരു പ്രതിയും രക്ഷപ്പെടാൻ പാടില്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവിതമാണ്, കൊച്ചു കുഞ്ഞാണ്, അത് ജീവിതത്തിലേക്ക് കൈപിടിച്ചു വന്ന് വിട്ടുപോലുമില്ല. അത് ലോകം എന്താന്ന് പോലും അതിന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ എടുത്ത് കൊല്ലുന്നു. പിന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളവർക്ക് മാക്സിമം പണിഷ്മെന്റ് കിട്ടണം. അതിന്റെ രീതിയിൽ പോലീസിന്റെ അന്വേഷണ സംഘം വിവിധ കാര്യങ്ങള് അന്വേഷിച്ചറിഞ്ഞിട്ട് വേണം ഇതിലേക്ക് മുമ്പോട്ട് പോകാൻ. കിട്ടാവുന്ന മാക്സിമം സയന്റിഫിക് എവിഡൻസ് കളക്ട് ചെയ്യണം. ഈ മാനസിക രോഗമാണെന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഇയാള് നേരത്തെ അയച്ച മെസ്സേജിനകത്തൊക്കെ അത് സീക്വൻഷ്യൽ ആണോ, അത് റീസണബിൾ ആണോ, അതിനകത്ത് മെസ്സേജിന്റെ കണ്ടന്റിനകത്ത് ഒരു റീസണബിൾ ഫ്ലോ ഉണ്ടോ എന്നൊക്കെ നോക്കണം. കാരണം മാനസിക രോഗം ഉള്ള ആൾക്കാരുടെ മെസ്സേജും സംസാരത്തിലും ഒക്കെ വളരെ വിചിത്രമായ ഓക്വേർഡായിട്ടുള്ളതൊക്കെ ലാംഗ്വേജ് ആയിരിക്കാമല്ലോ വരാവുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എല്ലാ ആസ്പെക്റ്റും നോക്കണം. പെട്ടെന്ന് ഇതിലേക്ക് ചെന്ന് ചാടാതിരിക്കണം കൺക്ലൂഷനിലേക്ക്. കാര്യം ഇൻവെസ്റ്റിഗേഷനിൽ അടിസ്ഥാനമായിട്ട് പറയുന്നത് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ക്യാൻ അറൈവ് ഓൺ ടു എ കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ ദി എവിഡൻസ്. അതായത് ഒരു തീരുമാനത്തിലേക്ക് എത്താം സയന്റിഫിക് ആയിട്ടുള്ള
റീസണിങ് പവർ വെച്ചിട്ട്. പക്ഷേ ദേ ഷാൽ നോട്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ. പെട്ടെന്നൊരു നിഗമനത്തിലേക്ക് നമ്മള് നാടൻ ഭാഷയെ പറയുന്നുണ്ടല്ലോ, ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്നെടുത്ത് ഒരു തീരുമാനത്തിലേക്ക് പോകരുത്. അവര് പോകില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ അന്വേഷണ ടീമുകള് അയാളുടെ മാനസികാവസ്ഥയെ പറ്റിയിട്ടൊക്കെ വലിയ കമന്റ്സ് ഒക്കെ പറയാതിരിക്കുന്നതായിരിക്കും ട്രയലില് പ്രോസിക്യൂഷന് ഗുണകരമാകുന്നത്. കാര്യം പ്രൈമറി എവിഡൻസ് ആയിട്ട് BNSS വന്ന സ്ഥിതിക്ക് പിന്നെ ഇവര് അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇൻസിഡന്റ് അവിടുത്തെ സാഹചര്യങ്ങളും ചുറ്റുവട്ടത്തിലുള്ള നല്ല വ്യക്തികളുടെ മൊഴികളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അവർ ന്യായമായ ഒരു തീരുമാനത്തിലെത്തി പ്രതിക്ക് കിട്ടേണ്ട പണിഷ്മെന്റ്, അയാൾ ഡിസർവ് ചെയ്യുന്ന പണിഷ്മെന്റ് അയാൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന എൻഷുർ ചെയ്യണം. പിന്നെ അതുപോലെ ഒരു കാര്യങ്ങളുണ്ട്, ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പോലീസ് വളരെ ജാഗ്രത കാണിക്കണം. കമ്മ്യൂണിറ്റി പോലീസിംഗിന്റെ പ്രിൻസിപ്പൾസ് ഒക്കെ വെച്ചിട്ട് ഈ ഹൗസ് വിസിറ്റ് ഒക്കെ നടത്തണം. വീടുകളിലൊക്കെ ചെന്നിട്ട് ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ കണ്ടിട്ട് പോലീസ് മുമ്പോട്ട് പോകണം. കാര്യം പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. കുറ്റകൃത്യങ്ങളുണ്ടായി മനുഷ്യന്റെ ജീവൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ പോലീസിന് ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടാത്ത രീതിയിൽ കൊച്ചുകുട്ടികളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ളതൊക്കെ പോലീസിന്റെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി അവരെ അത് ഇല്ലാതാക്കണം, പ്രിവെന്റ് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.